രാവിലെയിലേക്ക് വിശദമായി കടക്കുമ്പോൾ ആദ്യം പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം അത് ഇന്നാണ്. വൈകിട്ട് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കഴിയുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപരന്മാർ ഉണ്ടാക്കുന്ന ഭീഷണിയുടെ ആശങ്കയിലാണ് മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അറിയാം, തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ആരൊക്കെ ഉണ്ടാകും മത്സരരംഗത്ത് അവസാനമായി എന്നുള്ളതൊരു വ്യക്തത വരും. ഈ അപരന്മാരുടെ സാന്നിധ്യമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരൊക്കെ പിൻവലിക്കുമെന്നൊക്കെ, എത്ര പേരെ പിൻവലിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇന്ന് വ്യക്തമാകും. 3 മണിക്കല്ലേ സമയം? എന്താണ് ഒരു അവസാന ചിത്രം? കൃത്യമായ തെരഞ്ഞെടുപ്പ് ചിത്രം, അതായത് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന കാര്യത്തിൽ, ആരൊക്കെ നാമനിർദ്ദേശ പത്രിക കൊടുത്തവരിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് ആരുടെയൊക്കെ പേരുകൾ വരുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് തീരുമാനമുണ്ടാകും. 3 മണിയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. ആ സമയപരിധി അവസാനിക്കുന്നതോടുകൂടിയാകും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നത്. ചിലയിടങ്ങളിൽ ഡമ്മി സ്ഥാനാർത്ഥികൾ, എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികൾ കൊടുക്കാറുണ്ട്. അവരെ കുറേവരെയൊക്കെ പിൻവലിച്ചു, ബാക്കിയുള്ളവർ കൂടി ഇന്ന് പിൻവലിക്കും. അതിനുമപ്പുറത്തേക്ക് അപരന്മാർ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അപരന്മാരുണ്ട്. ആ അപരന്മാർ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. നമുക്കറിയാം, സാധാരണ ഈ അപരന്മാർ പിടിക്കുന്ന വോട്ടൊക്കെ ഏറ്റവും നിർണായകമായി മാറുക തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അപരന്മാർ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ വഴിയടച്ച ഒരു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾ ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്ന CP ജോണാണ്. അദ്ദേഹം 2011 മത്സരിക്കുമ്പോൾ, കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ അപരൻ പിടിച്ച വോട്ട് എതിർ സ്ഥാനാർത്ഥി ബാബു പാലുശ്ശേരിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലായിരുന്നു എന്നുള്ളതാണ് CP ജോണിന്റെ അപരൻ പിടിച്ച വോട്ട്. അങ്ങനെ അപരന്മാർ വെല്ലുവിളി തീർത്ത വേറെയും നിരവധി നേതാക്കളുണ്ട്. ആ തിരിച്ചറിവ് വളരെ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണി നേതൃത്വങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കാരണം ഈ അപരന്മാർ എവിടെന്നെങ്കിലും പെട്ടെന്ന് പത്രിക കൊടുക്കാൻ വരുന്നവരല്ല. അവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടു നിർത്തുന്നത് മുന്നണികൾ തന്നെയാണ്, മുന്നണി നേതൃത്വങ്ങൾ തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ വഴിയടയ്ക്കാൻ, അവരുടെ സാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപരന്മാർ പിൻവലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഒരു ആശ്വാസം ഈ മുന്നണി സ്ഥാനാർത്ഥികൾക്കുള്ളത് അപരന്മാരുടെ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വരുന്നവരുടെ പേര് ഈ മുന്നണി സ്ഥാനാർത്ഥികളുടെ പേര് താഴെയായിരിക്കും, അതിനുശേഷമായിരിക്കും. ആൽഫബറ്റിക് ഓർഡറിലാകില്ല അവരുടെ പേര് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വരിക. അതാണ് ഒരു ആശ്വാസം മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത്. പക്ഷേ സ്വതന്ത്രന്മാരുടെ കാര്യത്തിലൊക്കെ അവിടെ വീണ്ടും ചില ആശങ്കകൾ കൂടി വന്നേക്കാം. ഏതായാലും 3 മണി വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ സംഭവങ്ങൾ ഉയർന്നു വരുന്നു. ഡീൽ ആരോപണങ്ങൾ അതിശക്തമായി തന്നെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് 3 മണിക്ക് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി ഉഷാറാകും. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അരുൺ, ഇനി ഇപ്പോൾ CP ജോണിന്റെ കാര്യം സൂചിപ്പിച്ചു. CP ജോൺ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരം മണ്ഡലം, അവിടെ ഇന്ന് ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയാണല്ലോ. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വോട്ട് തേടിയാണ് ആന്റണി രാജു ഇറങ്ങാൻ പോകുന്നത്. വഞ്ചിയൂർ മേഖലാ കൺവെൻഷൻ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ആന്റണി രാജുവിന്, നീരസം ഉണ്ടായിരുന്നു ഈ തൊണ്ടി മുതൽ തിരുമല കേസിൽ അയോഗ്യനായി MLA സ്ഥാനം. അപ്പോൾ അതിനുശേഷം ഈ സ്ഥാനാർത്ഥി നിർണയിച്ചതിൽ CPMന്റെ ഒരു ഏകപക്ഷീയമായുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ആന്റണി രാജുവിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഒരു അനുമാനവും അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ആന്റണി രാജു വഴങ്ങിയത്? ഇങ്ങനെ ഇന്ന് പ്രചാരണത്തിന് സജീവമാകാൻ ശ്രമിക്കുകയാണോ, അതോ ഒരു നീരസം വെച്ചുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങിയുള്ള വരവാണോ? എൽദോ ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റ് ആണ് തിരുവനന്തപുരം സെൻട്രൽ. ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഹൈക്കോടതിയും
ആ ശിക്ഷ റദ്ദാക്കാൻ തയ്യാറാകാത്തോടു കൂടിയാണ് മത്സരരംഗത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ സീറ്റ് ആര് മത്സരിക്കുന്നത് വലിയ തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളും ഉണ്ട്. ഒടുവിൽ ആന്റണി രാജു മുന്നോട്ട് വെച്ച പേരുകളൊന്നും CPM-ന് സ്വീകാര്യമായില്ല. അങ്ങനെയാണ് സുധീർ കരമനയെ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്, CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇടത് സ്വതന്ത്രൻ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കടുത്ത നീരസം അതിലും ആന്റണി രാജുവിന് ഉണ്ടായിരുന്നു. ആ നീരസത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പ്രചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൺവെൻഷനിൽ ഉൾപ്പെടെ ആന്റണി രാജു പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. എന്നാൽ അന്ന് വൈകിട്ട് തന്നെ ആന്റണി രാജു വീഡിയോ സന്ദേശം സുധീർ കരമനയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു. ഇന്ന് അദ്ദേഹം മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കുകയാണ്. മഞ്ചൂർ മേഖലാ കൺവെൻഷനിലാണ് ആന്റണി രാജു ഇന്ന് പങ്കെടുക്കുന്ന. വൈകിട്ടാണ് ആ പരിപാടി. അതോടുകൂടി ആന്റണി രാജുവും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ഇടതുമുന്നണിക്ക് സുധീർ കരമനയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര ഒരു എതിർപ്പ് ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധ്യം, അതും വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അത്ര ഗുണം ചെയ്യില്ല. സിറ്റിംഗ് MLA തന്നെ, അല്ലെങ്കിൽ നേരത്തെ MLA ആയിരുന്ന ആൾ തന്നെ മാറി നിൽക്കുന്നത് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുമെന്ന വലിയ വിലയിരുത്തലുണ്ട്. അതിന്റെ ആ ഒരു പ്രശ്നം മറികടക്കാൻ ഇപ്പോൾ ആന്റണി രാജു പ്രചരണത്തിൽ ഇറങ്ങുന്നതിലൂടെ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വൈകിട്ടാണ് ആന്റണി രാജു പങ്കെടുക്കുന്ന കൺവെൻഷൻ മഞ്ചൂരിൽ ചേരുന്നത്. അതാണ് ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും. മുൻ മന്ത്രി, തിരുവനന്തപുരത്തെ സിറ്റിംഗ് അല്ലെങ്കിൽ അവിടുത്തെ MLA പ്രചരണത്തിൽ എത്താത്തതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു LDF ആകമാനം. അപ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധീർ കരമനയ്ക്ക് വേണ്ടി ആന്റണി രാജു ഇന്ന് എത്തുകയാണ്. നിരസവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി അരുണാണ് വിവരങ്ങളുമായി ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.